മകരവിളക്കിനായി ഒരുങ്ങിയിരിക്കുകയാണ് ശബരിമല സന്നിധാനം. ശരണമന്ത്രങ്ങളുടെ താഴ്വാരം ഭക്തിയുടെ കൊടുമുടിയിലാണ്. തിരുവാഭരണം ചാർത്തിയ അയ്യപ്പനെ കണ്ട് പുണ്യം നേടാൻ ഭക്തലക്ഷങ്ങളാണ് കാത്തിരിക്കുന്നത്. തിരുവാഭരണ ഘോഷയാത്ര ഇന്ന് സന്നിധാനത്തേക്ക് എത്തും. തിരുമുറ്റത്തും ഫ്ലൈ ഓവറുകളിലും നിന്നും മകരജ്യോതി ദർശിക്കുന്നതിന് കർശന നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഓരോ നിമിഷങ്ങളും കണ്ട് കാത്തിരിക്കുകയാണ്. ആ മകരവിളക്കിന് വേണ്ടിയുള്ളതായാലും ഈ തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് വേണ്ടിയുള്ളതായാലും ഇവിടെ ഇപ്പം വളരെ ശാന്തമാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആ ശാന്തതയ്ക്ക് മാറുന്നില്ലേ? ഇനിയിപ്പോൾ ഇവിടെ നിന്ന് അയ്യപ്പ ഭക്തരെയും ജീവനക്കാരെയും ഒക്കെ താഴേക്ക് ഇറക്കും. അത് കഴിഞ്ഞ് ഇവിടെ വീണ്ടും വൃത്തിയാക്കും. പിന്നീട് മകരസംക്രമ പൂജയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കമാണ്. മകരസംക്രമ പൂജയ്ക്ക് മുമ്പ് ക്ഷേത്ര പരിസരങ്ങൾ ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രാസാദശുദ്ധിയും ബിംബശുദ്ധിയും എല്ലാം നടത്തി കഴിഞ്ഞു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട താന്ത്രികമായ ചടങ്ങ് മകരസംക്രമ പൂജയാണ്. ആ മകരസംക്രമ പൂജ തുടങ്ങുന്നത് 3/8-നാണ്. 3/8-നാണ് മകരസംക്രമം. അപ്പോൾ 3 മണി മുതൽ തന്നെ മകരസംക്രമ പൂജ തുടങ്ങും. ഒപ്പം 2:45-ന് നട തുറക്കും ഇന്ന് ഉച്ചയ്ക്ക്. പിന്നീട് കവടിയാർ കൊട്ടാരത്തിൽ നിന്ന് കൊണ്ടുവന്ന ആ നെയ്ത്തേങ്ങയിലെ നെയ്യ് അത് 3:08-ന് ഭഗവാനിൽ അഭിഷേകം ചെയ്യുന്നതോടുകൂടി മകരസംക്രമ പൂജ ഏതാണ്ട് പൂർത്തിയാക്കും. ഇപ്പോൾ ക്ഷേത്രം പൂർണ്ണമായും അലങ്കരിച്ച് ഇന്ന് നമ്മൾ രാവിലെ വരുമ്പോൾ കണ്ട കാഴ്ച അതാണ്. അപ്പോൾ ഇവിടെ അയ്യപ്പസ്വാമിയുടെ ഒരു രൂപം അത് ശിവപാർവതി ഗണപതി മുരുക സമേതനായി കൈലാസത്തിൽ ഇരിക്കുന്നത് പോലെയുള്ള ഒരു രൂപം. ആ രൂപം അവിടെ കുരുത്തോലയിൽ ചാർത്തി വെച്ചിരിക്കുകയാണ്. അത് എല്ലാ വർഷവും ഈ അലങ്കാരം ഇവിടെ കുരുത്തോല കൊണ്ടാണ് ഈ ക്ഷേത്രം മുഴുവൻ അലങ്കരിച്ചിരിക്കുന്നത്, അല്ലേ കണ്ണൻ? അതായത് നേരത്തെ പുഷ്പാലങ്കൃതമായിരുന്നു. പക്ഷേ ഹൈക്കോടതിയുടെ ഒരു ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പൂക്കൾ ഉപയോഗിക്കുന്ന സമയത്ത് മുകളിൽ ഈ മേൽക്കൂരയിൽ ചോർച്ച ഉണ്ടാകുന്നു എന്നുള്ള ഒരു കാര്യമുണ്ട്. നമ്മൾ ആ ദൃശ്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ പുലിവാഹനായിട്ടുള്ള അയ്യപ്പൻ അമ്പും വില്ലുവേന്തി നിൽക്കുന്ന വില്ലാളി വീരനായിട്ടുള്ള വീരമണികണ്ഠനായിട്ടുള്ള അയ്യപ്പൻ, തൊട്ടുപുറയിൽ അച്ഛനുണ്ട്, പാർവതിയുണ്ട്, അതുപോലെ തന്നെ സഹോദരങ്ങൾ വിശ്വസിക്കപ്പെടുന്ന മുരുകനും അതുപോലെ തന്നെ ഗണപതിയുമുണ്ട്. അയ്യപ്പസ്വാമി കുടികൊള്ളുന്ന ആ തങ്കം പൊതിഞ്ഞ മേൽക്കൂരയോടുകൂടിയ ശ്രീകോവിലാണ്. 3 താഴികക്കുടങ്ങൾ മുകളിൽ കാണാം. ആ ഒരു ശ്രീകോവിലിനുള്ളിലാണ് അയ്യപ്പസ്വാമി ഈ ലോകത്തിന് മുഴുവൻ ഐശ്വര്യവും അറിവും ജ്ഞാനവും അനുഗ്രഹവും എല്ലാം പകർന്നുകൊണ്ട് അവിടെ ഇരിക്കുന്നത്. ആ അയ്യപ്പസ്വാമി അവിടെ നിന്ന് ആ ദർശനത്തിന് പോകുന്ന അയ്യപ്പ ഭക്തരുടെ വരിയാണ് കാണുന്നത്. ഈ അവസാന വരിയിലുള്ള അല്ലെങ്കിൽ ഈ ഭക്തർ അവരെ സംബന്ധിച്ച് ഒരു സുദീർഘമായ യാത്രയുടെ ഒരു സമാപ്തി ഇവിടെ ആ ശ്രീകോവിലിന് മുന്നിൽ തീരുകയാണ്. ആ ശ്രീകോവിലിന്റെ മുന്നിലേക്ക് വരുമ്പോൾ അവർക്ക് ഒരു വളരെ ചുരുങ്ങിയൊരു സമയം മാത്രമാണ് ആ ദർശനം കിട്ടുന്നത്. തീർച്ചയായിട്ടും എന്റെ പൊന്നയ്യപ്പ എന്ന് വിളിച്ചുകൊണ്ടായിരിക്കും അവർ, സ്വാമിയെ എന്ന് വിളിച്ചുകൊണ്ടായിരിക്കും അവർ അകത്തേക്ക് നോക്കുന്ന. ഒരു സെക്കൻഡ് മാത്രമായിരിക്കും ചിലപ്പോൾ അയ്യപ്പനെ കാണാൻ സാധിക്കുക. പക്ഷേ ആ അയ്യപ്പനെ കാണുന്ന ആ കണ്ണിൽ അല്ലെങ്കിൽ അവരുടെ മനസ്സിലേക്ക് തറയ്ക്കുകയാണ്. ആ തറയ്ക്കുന്ന സമയത്ത് പിന്നീട് വീട്ടിലേക്ക് ചെന്ന് കൊച്ചുമക്കളോടൊക്കെ പറഞ്ഞു കൊടുക്കും, ഞാൻ അയ്യപ്പ സ്വാമിയെ കണ്ടു, വില്ലാളി വീരനായിട്ടുള്ള വീരമണികണ്ഠനായിട്ടുള്ള അയ്യപ്പസ്വാമിയെ കണ്ടു എന്ന് പറഞ്ഞു കൊടുക്കുന്ന മുത്തശ്ശന്മാരുണ്ടാകും, ഗുരുസ്വാമിമാരുണ്ടാകും. എങ്ങനെയെങ്കിലും അയ്യപ്പനെ ഒന്ന് കാണുക എന്നുള്ളതാണ്. ഈ മകരവിളക്ക് ദിവസം, മകരസംക്രമ പൂജ നടക്കുന്ന ദിവസം അയ്യപ്പനെ കണ്ട് അയ്യപ്പന്റെ മുന്നിൽ നിന്ന് ഒരു കൈ തൊഴുത് സ്വാമിയെ ശരണമയ്യപ്പ എന്ന് ഉറക്കം വിളിക്കാൻ സാധിക്കുക എന്ന് തന്നെയുള്ളത് ഒരു പുണ്യമാണ്. അപ്പോൾ 6 കാലൊക്കെ ആകുമ്പോഴേക്കും ശരംകുത്തിയിൽ ദേവസ്വം ബോർഡിന്റെ അധികൃതർ തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് സ്വീകരണം കൊടുക്കും. അവിടെ നിന്ന് ഏതാണ്ട് 6:30 ആവുന്നതോടുകൂടി ശബരിമല സന്നിധാനത്തേക്ക് വലിയ നടപ്പന്തലിലേക്ക് തിരുവാഭരണ ഘോഷയാത്ര എത്തിച്ചേരും. അപ്പോൾ വലിയൊരു ഘോഷയാത്ര, ഇതുവരെ പന്തളത്ത് നിന്ന് പുറപ്പെട്ട ഘോഷയാത്ര പോലെയല്ല. ആ ഘോഷയാത്രയുടെ വിശ്വരൂപം പുറത്തെടുക്കുന്ന ഒരു അവസ്ഥയാണ് ശബരിമല സന്നിധാനത്ത് വലിയ നടപ്പന്തലിലേക്ക് കയറുമ്പോൾ. അവിടെ തീവട്ടിയും കർപ്പൂരാഴിയും ഒക്കെ കൊണ്ടാണ് ഈ തിരുവാഭരണ ഘോഷയാത്ര എതിരേൽക്കുന്നത്. അതിനുശേഷം തിരുവാഭരണ പേടകം മാത്രം ശബരിമല സന്നിധാനത്തേക്ക് മേലെ തിരുമുറ്റത്തേക്ക് കൊടുമര ചുവട്ടിലേക്ക് 18 പടിയും കടന്ന് അകത്തേക്ക് പോകും. അവിടെ ശ്രീകോവിലിൽ ആ പേടകം സ്വീകരിക്കും. അതിനുശേഷം നടയടയ്ക്കും. പിന്നീട് നട തുറക്കുമ്പോൾ കാണുന്നത് സർവാഭരണ വിഭൂഷിതനായ അയ്യപ്പസ്വാമിയെയാണ്. അവിടെ അയ്യപ്പസ്വാമിക്ക് വലിയ ദീപാരാധന നടക്കും. ആ ദീപാരാധന കഴിയുന്നതോടുകൂടി പിന്നെ എല്ലാ കണ്ണുകളും കിഴക്ക് പൊന്നമ്പല വീട്ടിലേക്ക് അയ്യപ്പസ്വാമി എന്ന് വിളിച്ചുകൊണ്ട്, സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിച്ചുകൊണ്ട് എല്ലാ കണ്ണുകളും അവിടേക്ക് കാത്തിരിക്കും. ഏതാണ്ട് നിമിഷങ്ങൾ കഴിയുമ്പോൾ 3 വട്ടം അവിടെ ആ മകരദ്വീപം ജ്വലിച്ച് കത്തും. അത് കാണാൻ വേണ്ടി മാത്രമാണ് ഈ ദിവസങ്ങളോളം കാത്തിരിക്കുന്നത്. നമുക്ക് എവിടെയാണെന്ന് കാണാൻ സാധിക്കും, അത് ചിലപ്പോൾ നമുക്ക് കാണാൻ സാധിക്കില്ല. പിന്നെ നമ്മൾ ആ കണ്ണ് അവിടേക്ക് തന്നെ, ആ സ്ഥലം അതാണല്ലോ ചിന്തിച്ചിരിക്കും. 2 or 3 മാത്രമായിരിക്കും നമുക്ക് കാണാൻ പറ്റും. ഒരു ഫ്രാക്ഷനോ സെക്കൻഡ് മാത്രമായിരിക്കും. ആ സമയത്ത് നമ്മൾ അനുഭവിച്ചിട്ടുള്ളതല്ലേ ആ സ്വാമിയെ എന്നുള്ള ഒരു വിളി, ആ സമയത്ത് കോരിത്തരിച്ചു പോകും. ആ അനിർവചനീയമായ ഭക്ത നിർവൃതിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ഈ പൂങ്കാവനം. ഇവിടെ ഒത്തുകൂടിയിരിക്കുന്ന അയ്യപ്പ ഭക്തരെല്ലാം ശരി. അങ്ങനെ സവിശേഷമായ മുഹൂർത്തത്തിന്റെ പ്രത്യേകതകൾ ഞങ്ങളുടെ പ്രതിനിധികൾ ശബരിമലയിൽ നിന്നും തത്സമയം വിവരിക്കുകയായിരുന്നു. അപ്പോൾ